പെട്ടെന്ന് തുടങ്ങൂ. എന്ത് പെട്ടെന്ന് തുടങ്ങാൻ? ബിജിമോളെ നൗഷാദിൻ്റെ കുണ്ണ ഊമ്പിയോ? എൻ്റെ ബോയ് ഫ്രണ്ടായി ചിലപ്പോൾ കുണ്ണ ഊമ്പുകയും ചെയ്യും, പിടിച്ച് തിരിക്കോ. നിനക്കെന്താ? നൗഷാദിൻ്റെ കുണ്ണ ഊമ്പിയോ ഇല്ലയോ എന്ന് അത് അവനറിയാം. പിന്നെ നീ ചോദിച്ചോണ്ടിരിക്കുന്നുണ്ടാ? ബോയ് ഫ്രണ്ടുമാരായ ചിലപ്പോൾ കുണ്ണ മൂച്ചു. ഇനിയിപ്പോൾ നൗഷാദല്ല, എനിക്ക് വേറെ ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഞാൻ മൂഞ്ചി കൊടുക്കും. അതെൻ്റെ ബോയ് ഫ്രണ്ട്. എൻ്റെ ബോയ് ഫ്രണ്ടാണെങ്കിൽ മൂഞ്ചത് തന്നെ ചെയ്യും. പിന്നെ അവൻ എന്നെ സൂചിപ്പിച്ച പിന്നെ എനിക്ക് അവന് സൂചിപ്പിച്ചു കൊടുക്കണ്ടേ? പിന്നെ എനിക്ക് മാത്രം സുഖം കിട്ടിയാൽ മതിയോ? അല്ലേ ഗുയിസ്? നൗഷാദ് പോയി, ഇനി വേറെ ആരാണോ എനിക്ക് ബോയ് ഫ്രണ്ട് തന്നെ, ഞാൻ അവൻ്റെ കുണ്ണം മൂച്ചും. അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മളെ സൂചിപ്പിക്കുമ്പം അവന് നമ്മൾ തിരിച്ച് സൂചിപ്പിക്കണം. അത് ഭർത്താവായാലും ശരി, കാമുകനായാലും ശരി. ഇപ്പം നിലവിലാരും ഇല്ല. ആരെങ്കിലും വന്നാൽ മൂഞ്ചും. അതെൻ്റെ മാത്രമായിരിക്കണം കേട്ടോ. എന്ത് ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ നിലമ്പൂർക്കാരാ? യെസ്, ഒക്കെ അത്രേ ഉള്ളൂ. അവന് മാത്രമില്ല. നീ അങ്ങനെയാണോ? എന്താ നിൽക്കാം, ഇത് വായിക്കാൻ പറ്റണില്ല. വരും ഫ്രം കസ്റ്റമേഴ്സിനെ ഒന്നും ചെയ്യില്ല, ഒള്ളി ബോയ് ഫ്രണ്ടിനെ മാത്രം. ഇത് വെച്ച് കെട്ടാണോ? അതെ അതെ, തലോണ വെച്ച് കെട്ടി വെച്ചേക്ക. നല്ല വേദന. 2 ദിവസമായിട്ട് ഭയങ്കര കലിപ്പ്. സീരിയസ്ലി. ആടാ ബ്രഹ്മ, എനിക്കൊരു ബോയ് ഫ്രണ്ടിനെ വേണം. ഞാൻ ആരെ തിരഞ്ഞെടുക്കും എന്നറിയില്ല. ദുബായിലുള്ളവരെ വേണം, അതാണ് മെയിനായിട്ട് പ്രശ്നം. കിട്ടണ്ടേ? എല്ലാം കൂടെ ഇപ്പാ ആരോ സബ് എടുത്തിട്ടുണ്ടല്ലോ ദൈവമേ. ഇനിയിപ്പം പ്രൈവറ്റ് ലൈവ് ഇടണം, സബ്സ്ക്രൈബ് ലൈവ് ഇടണം. പക്ഷെ എനിക്ക് വയ്യ. 3 മണിക്ക് സബ് ലൈവ് ഉണ്ട്, പ്രൈവറ്റ് ലൈവ്. എന്തിനാ? കളിക്കാനാണോ? ആടാ, ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ സുഖമല്ലടാ. നമുക്ക് തോന്നുമ്പോൾ കളിക്കാലോ. കളിച്ചില്ലെങ്കിലും പെരുമാറാലോ, അല്ലേ? ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ പിന്നെ വേറെ എവിടെയും പോകണ്ടല്ലോ. എനിക്ക് സബ് ലൈവ് ചെയ്യാൻ പറ്റുന്നില്ല, സബ്സ്ക്രൈബ് എടുക്കാൻ പറ്റും. തനിക്കുട്ടി അല്ലേ? അത് ലാപ്ടോപ്പോ എന്തൊരു സംഭവം, അതിൽ വെക്കുന്ന സബ് ചെയ്യാൻ പറ്റും, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. തനിക്കുട്ടി, നമുക്കൊരു ഭർത്താവോ നമുക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കരയണോ? വേണ്ടല്ലോ. അവനുണ്ടെങ്കിൽ അവൻ നല്ല ഉശിരമുള്ളവനാണെങ്കിൽ നമുക്ക് അത് മാത്രം മതി. സ്റ്റാർ ബട്ടൺ പ്ലീസ്. അല്ലേ തനിക്കുട്ടി, കളിയാക്കല്ലേ ചേച്ചീനെ. നമ്മൾ കറക്റ്റ് അല്ലേ വാച്ചു? ഇങ്ങനെ കിടന്ന് ഇറക്കണ്ടായിരുന്നു. കോൾ മീ. സബ്സ്ക്രൈബ് ചെയ്താൽ എന്താ ഗുണം? പ്രൈവറ്റ് ലൈവ് ഉണ്ടാവും. അതെ, അല്ല പിന്നെ. പക്ഷെ നല്ലവനായിരിക്കണം എൻ്റെ ദൈവമേ. വൃത്തിയിടനൊന്നും വേണ്ട. പിന്നെ എനിക്കൊരു കാര്യമുണ്ട്, ഇപ്പോൾ ബോയ് ഫ്രണ്ട് ആവാവുന്ന ചക്കൻ ഇനി ആരാണെങ്കിലും ഞാൻ ട്രൈ ചെയ്യാൻ എടുക്കില്ല, അത് ഉറപ്പ്. ട്രൈ ചെയ്തിട്ട് എടുക്കുള്ളൂ. അയ്യോ, ഒന്നിനും കൊള്ളാത്തവനാണെങ്കിൽ ഭംഗി നോക്കിയിട്ട് കാര്യമില്ല. വർക്കൗട്ടൊക്കെ നോക്കണം, വർക്കിങ് നോക്കണം, അവൻ്റെ ടൈമിങ് നോക്കണം, അവൻ എങ്ങനെയാണെന്ന് നോക്കണം. എങ്കിൽ മാത്രമേ ഞാൻ നോക്കുള്ളൂ. അല്ലാണ്ട് എടുക്കില്ല. അയ്യേ, അങ്ങനെയൊക്കെയുണ്ട്. പാച്ചോ, സീരിയസ്ലി. പക്ഷെ എനിക്ക് പണ്ടത്തെ ആദ്യത്തെ ബോയ് ഫ്രണ്ട് എന്നായപ്പം എനിക്ക് ബെഹറിൽ വെച്ച് നല്ല പരിചയമുള്ളത് കൊണ്ടും ടൈമിങ് അത്ര ഉണ്ടില്ല എന്നൊക്കെ നമ്മൾ ശരിക്കും വീഡിയോ കൂടെ കണ്ടറിയുന്നതുകൊണ്ട് നമുക്കറിയാം ടൈമിങ് ഇത്രയുണ്ട്, നല്ല ആളാണ്, എല്ലാം കൊണ്ട് ഓക്കെ ആണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇന്നും അന്ന് കഴിഞ്ഞ വർഷം വരെ ബോയ് ഫ്രണ്ട് ആക്കി വെച്ചത്. ഇപ്പം ഞങ്ങൾ പിരിഞ്ഞു. നമുക്ക് നേരിട്ട് കിട്ടിയില്ലെങ്കിലും വീഡിയോ കൂടെ അറിയാൻ പറ്റുമല്ലോ അവൻ എത്രത്തോളം പവർ ഉണ്ടെന്ന്, എത്രത്തോളം ഒരു പെണ്ണെ തൃപ്തിപ്പെടുത്താൻ പറ്റും, എത്രത്തോളം എല്ലാം അറിയാമെന്ന് നമുക്ക് ഒരാളെ കാണുമ്പോൾ വീഡിയോ കോൾ ചെയ്താൽ തന്നെ മനസ്സിലാവുമല്ലോ. മീശ വേണമെന്നൊന്നുമില്ല. ഇപ്പം മീശയൊന്നും ഞാൻ വെക്കുന്നില്ല. മീശ പക്ഷെ കശുവണ്ടി ആവാൻ പാടില്ലേ. മീശ ഇല്ലെങ്കിലും കുഴപ്പമില്ല, താടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കശുവണ്ടി പാടില്ല. കശുവണ്ടികൾ എനിക്ക് വേണ്ടേ വേണ്ട. അയ്യേ, ഇൻകേസ് നമുക്കൊരു ആക്രാന്തം നമ്മൾ തല പിടിച്ച് തെക്കുമ്പോഴേ തലമുടി ഇല്ലെങ്കിൽ എനിക്ക് കൊള്ളത്തില്ല. എവിടെ പിടിച്ച് നമ്മൾ തിരിക്കും? എടാ, കശുവണ്ടി ആണെങ്കിൽ നമുക്കൊരു മൂടൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ തല പിടിക്കുമ്പോൾ നമുക്ക് പിടിച്ച് തിരിക്കാൻ തലയിൽ മുടി വേണ്ടേ? ഈ മുടിയില്ലാത്ത ഈ മുട്ടയമ്മ പിടിച്ച പോലെ ഇരിക്കും. അയ്യേ, കശുവണ്ടി തലയമാര വേണ്ട. കഷണ്ടിയാണോ? കശുവണ്ടി ഒന്നും വേണ്ട. ഹൈറ്റ് വേണം, ഹൈറ്റ് മസ്റ്റാ. വണ്ണവും വേണം കുറച്ച്. മീശ താടി ഒന്നും വേണ്ട. മീശ താടി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ തലയിൽ മുടി വേണം.
എന്തുണ്ടായി? ഹസ്ബൻഡ് തട്ടിപ്പോയി. അവൻ്റെ പേര് ഇവിടെ പറയണ്ട. എമർജൻസി എനർജി ആണല്ലോ ഇന്ന് ചേച്ചി. വീഡിയോ കോൾ വിളിച്ചിട്ട് വിട്ട് കാണിക്കണം. അയ്യോ എടാ വിനോദ്, അന്നേക്ക് നല്ല സംസാരിക്കുന്നുണ്ട്. വീഡിയോ കോൾ എടാ വീഡിയോ കോൾ ഇതിന് വിട്ട് കാണിക്കണമെന്നോ? വേണ്ട, പറഞ്ഞെനിക്ക് മനസ്സിലാവും ഒരാളുടെ എത്രത്തോളം ടൈമിങ് ഉണ്ടെന്ന്. അയ്യോ ചിരിപ്പിക്കലല്ലേ വിനോദ്. എനിക്ക് കുറച്ച് ബാക്ക് അതിൻ്റെ ഉള്ള എനിക്കങ്ങനെ തന്നെ ബാക്കും അത്യാവശ്യം നല്ല തുടയൊക്കെ വേണം. നടക്കുമ്പോൾ നല്ല ഓവർ വണ്ണല്ല. എൻ്റെ വിനോദേട്ടാ ഇങ്ങനെ ചിരിപ്പിക്കല്ലേ. ആശപ്പ ചേച്ചി എവിടെ? നിന്നെ കണ്ട പെട്ടെന്ന് പോവില്ല. പെട്ടെന്ന് പോവാന്ന ആണുങ്ങളുണ്ട് വിനോദേട്ടാ. ഇങ്ങനെ ചിരിപ്പിക്കല് പ്ലീസ്. ഒരു വയറെടുക്കും. ഇന്നലെ ഇരിക്കുമ്പോൾ ഒരു വളി കിട്ടു. അയ്യേ വളിയിടരുത്. ആണായാലും പെണ്ണുങ്ങൾ പൊതുവെ ഇച്ചിരി വളിയിടുന്ന പരിപാടി ഉണ്ട്. പക്ഷെ ഇത് വേറെയാ. വളിയൊന്നും ഇവിടെ ഇരുത് ചേച്ചി. ചിരിപ്പിക്കലല്ലേ ചെയ്യാറേ. അയ്യോ വല്ലാത്ത ജാതി. How are you? I am fine. Love you darling. മുടി കെട്ടിയത് പൊളിച്ചു. സത്യം. അയ്യോ ഹലോ ഹായ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഹൈറ്റും നല്ല അത്യാവശ്യം തൊടയും സാധനം ചെറുതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ മറ്റേത് മസ്റ്റായിട്ടും വേണം. അതൊക്കെ ഇങ്ങോട്ട് നീ എന്തൊക്കെ ചെയ്യും? അതെനിക്ക് ബോയ് ഫ്രണ്ടിന് കിട്ടിയാലല്ലേ. ബീച്ചിന്റെ അടുത്തൊരു ബോയ് ഫ്രണ്ട് കിട്ടിയാൽ പിന്നെ അവ വേറെ എവിടെയും പോയില്ല. ആണോ? തൊടയുണ്ടോ? എനിക്ക് തൊടയുള്ള ആണുങ്ങളെ വേണം. അത് ഇവിടെ ഇറുക്കി പിടിക്കണമല്ലോ. എനിക്ക് നല്ല തൊടയുള്ള ആണുങ്ങളെ ഇഷ്ടം. അത്യാവശ്യം നല്ല തൊടയും നല്ല കുണ്ടിയൊക്കെ വേണം. ഞാൻ ബോയ് ഫ്രണ്ട്. സത്യം? നിങ്ങൾക്ക് അതിന് ഇഷ്ടം? ദുബായ് ആണെങ്കിൽ മതി കേട്ടോ. എനിക്ക് വയ്യ. ഖത്തറും സൗദിയൊക്കെ ആണെങ്കിൽ വീഡിയോ കോൾ എത്ര എന്ത് കാര്യം? ഈ വീഡിയോ കോൾ എത്തും പിന്നെ ഡയറക്റ്റ് വരാൻ തോന്നും. പിന്നെ ഞാൻ ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് വരേണ്ടി വരും. എന്നെ കൊണ്ടൊന്നും വയ്യ. വല്ല അബുദാബി ദുബായൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം. റാസൽഖൈമായാലും കുഴപ്പമില്ല, ഞാൻ അവിടെ വരും, പറഞ്ഞെത്തും. ഇത് മറ്റേ സൗദിയും കുവൈറ്റും ഖത്തറും ബേറിലൊക്കെ കിടന്ന് എനിക്ക് വരാൻ പറ്റില്ല കേട്ടോ. വീഡിയോ കോളുള്ള സുഖം എനിക്ക് വേണ്ട. ഞാനാകട്ടെ ഉണ്ടരുത്. ഡാർലിംഗ് ഐ ലൈക്ക് യു പിങ്ക് കളർ ഡ്രസ്. ഫുഡ് കഴിച്ചോ? വേണ്ട. എൻ്റെ പിന്നെ നാട്ടിൽ നിന്ന് അച്ചാറ് കൊണ്ടുവന്നു പറഞ്ഞു. റൂമിൽ നിറഞ്ഞോന്നോ? എനിക്ക് വെള്ളപ്പൊക്കമൊന്നും ഇല്ലടാ. അങ്ങനെ വെള്ളം പോക്കുന്ന ആളൊന്നും അല്ല എൻ്റെ.